ചട്ടം മറികടന്ന് ബിജെപിയുടെ കക്ഷി നേതാവിനെ വാക്കൌട്ട് പ്രസംഗം നടത്താൻ അനുമതി നൽകിയെന്ന് ആരോപിച്ച് നിയമസഭയിൽ LDF പ്രതിഷേധം. എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ആ ചടങ്ങ് നിർവഹിക്കുകയാണ്. അതെന്റെ ഒരു അവകാശമാണ്. വാക്കൌട്ടിൽ LDF കക്ഷി നേതാക്കൾ സംസാരിച്ചു തീരും മുൻപേ ബിജെപിയുടെ BB ഗോപകുമാറിന് സ്പീക്കർ അവസരം നൽകിയതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ്. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തില്ല. ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. കൊച്ചു കുട്ടികളുടെ മനസ്സാ അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ആ വ്യതിയാനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദാരമനസ്കത വേണ്ടേ? നമുക്ക് ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. ആ വ്യതിയാനം ഈ വാക്കൌട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. 14-ാം വയസ്സ് മുതൽ മുദ്രാവാക്യം വിളിച്ച് തളമ്പിച്ച കയ്യായത് കണ്ടാ തോന്നുമോ? അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. ഇയാളൊരു മഹാനെ മാറി. അതെ, മേഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ് അദ്ദേഹം. സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിന്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെന്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.